സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് മറിയത്തിന്റെ എളിമ എന്ന പുണ്യത്തെക്കുറിച്ചാണ്. ലൂക്ക 1:46-48 വരെയുള്ള വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തന്റെ അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെയും തന്നോട് ഇടപഴകുന്നവരെയും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതിന് പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴും കഴിഞ്ഞിരുന്നു. ഈ ഒരു ഭാഗ്യം എലിസബത്തിനും ഉദരത്തിൽ വഹിച്ചിരുന്ന സ്നാപക യോഹന്നാനും ലഭിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്തിന്റെ സ്തുതികൾക്ക് അഭിവാദനമായി അമ്മ നൽകിയത് മനോഹരമായ ഒരു സ്തോത്രഗീതമാണ്. തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ മറിയത്തിന്റെ ഹൃദയത്തിൽ പ്രശോഭിച്ചിരുന്ന എളിമ എന്ന പുണ്യം നമുക്ക് വെളിപ്പെട്ടു കിട്ടുകയാണ്. തന്റെ യോഗ്യതകളെ കുറിച്ച് വ്യക്തമായ ഒരു അവബോധം മറിയത്തിന് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപകളുടെയും കരുണയുടെയും അഭാവത്തിൽ താൻ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുവാനും അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാനും പലസ്തീനായിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായ കന്യകയ്ക്ക് സാധിച്ചിരുന്നു. തന്റെ ഇല്ലായ്മകളും പോരായ്മകളും അംഗീകരിക്കാൻ കഴിയുന്ന വ്യക്തികളിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായ മോടികളിൽ നിന്ന് അകന്നു നിൽക്കുവാനും സ്ഥാനമാനങ്ങളോടുള്ള അതിരുകവിഞ്ഞ സ്നേഹത്തെ മിതപ്പെടുത്തുവാനും എളിമ സഹായിക്കുന്നു. കഴിവുകളുണ്ടായിരിക്കെ അവ ഉപയോഗിക്കാതെ പിൻവലിയുന്നതല്ല എളിമ, മറിച്ച് ദൈവം ഓരോരുത്തരിലും നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാന പുണ്യമാണ് എളിമ. എളിമയിൽ അടിസ്ഥാനമിടാത്ത പ്രവൃത്തികളൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്താനോ സഹോദരനെ സഹായിക്കാനോ ഉതകുകയില്ല. എന്ന് മാത്രമല്ല, അത് പലപ്പോഴും നമ്മിലെ തിന്മയുടെ സ്വാധീനത്തെ വളർത്തുകയും ചെയ്യും. സ്നേഹത്തിന്റെ വാസസ്ഥലമാണ് എളിമ എന്ന് വിശുദ്ധ അഗസ്തീനോസ് ഓർമ്മിപ്പിക്കുന്നു. സൃഷ്ടിയോടുള്ള സ്നേഹത്താൽ എല്ലാ മഹത്വത്തിന്റെയും ഉടയവനായിരുന്നിട്ടും സ്വയം ശൂന്യനായ യേശുവാണ് നമ്മെ എളിമയിലേക്കുള്ള വഴി പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ ഏകജാതനെ മാതാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയായ എളിമയെന്ന പുണ്യത്താൽ പരിശുദ്ധ അമ്മയെ എളിമയെന്ന പുണ്യത്താൽ നിറച്ച സ്നേഹപിതാവേ, അങ്ങയുടെ പുത്രന് അനുരൂപരായി ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെയും എളിമയുള്ളവരാക്കണമേ. ആമേൻ.